അവിശ്വസനീയമായ വിജയം നേടി തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ വിജയ് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നത്. തമിഴ്നാടിന്റെ രാഷ്ട്രീയമോ ഭരണ രീതികളോ ഒന്നും ഇതുവരെ ശ്രദ്ധിക്കാതിരുന്നവർ പോലും അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളും മാറ്റങ്ങളും ഇപ്പോൾ നിരന്തരമായി കണ്ടുകേട്ട് അറിയുന്നവരാണ്. സിനിമയിൽ മാത്രമല്ല, മുഖ്യമന്ത്രി റോളിലും വിജയ് തമിഴ്നാട്ടിൻ ജനതയ്ക്ക് രക്ഷകനായി മാറി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. എന്നിരുന്നാലും മുഖ്യമന്ത്രിയുടെ വ്യക്തിജീവിതം ഇപ്പോഴും ചർച്ചാവിഷയം തന്നെയാണ്. ഭാര്യ സംഗീതയുമായുള്ള വിജയുടെ വിവാഹമോചന കേസ് ഇപ്പോഴും കോടതിയിലാണ്. ഒരാഴ്ച മുമ്പ് കോടതി കേസ് പരിഗണിച്ചിരുന്നു. പക്ഷേ ഇരുവരും ഹാജരായിരുന്നില്ല. അതിനാൽ വിജയ്ക്കെതിരെ സംഗീത നൽകിയ വിവാഹമോചന ഹർജി ഓഗസ്റ്റ് 7 മാറ്റി. ചെങ്കൽപ്പെട്ട് കുടുംബ കോടതിയിലാണ് സംഗീത ഹർജി ഫയൽ ചെയ്തത്. വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാകണമെന്ന് ഇരുവരും ആവശ്യപ്പെട്ടുവെങ്കിലും കോടതി അതിന് അനുമതി നൽകിയില്ല. ഇരുവരുടെയും ഇമെയിൽ ഐഡി അടക്കം രേഖകൾ നൽകാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം വിജയ് സംഗീത് ദാമ്പത്യത്തിലുണ്ടായ പ്രശ്നങ്ങൾ നടന്റെ അമ്മ ശോഭ ഇടപെട്ട് പരിഹരിച്ചതായി അടുത്തിടെ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് വ്യക്തമല്ല. ഇക്കാര്യങ്ങളെല്ലാം ഇടയിൽ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ്. വിജയ് മകൻ സഞ്ജയ്ക്കൊപ്പം ഇരിക്കുന്ന ഫോട്ടോയാണ് വൈറലാകുന്നത്. ജേസൺ സഞ്ജയുടെ ഇൻസ്റ്റാഗ്രാം ഫാൻ പേജിലാണ് ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടത്. ഇന്ന് ഞാൻ എൻ്റെ ഡാഡിയെ സന്ദർശിച്ചു എന്നായിരുന്നു ഫോട്ടോയുടെ ക്യാപ്ഷൻ. തമിഴ്നാട് മുഖ്യമന്ത്രി ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം പേജിനെ ടാഗ് ചെയ്താണ് ഫാൻസ് പേജ് ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിരവധി പേരാണ് ഫോട്ടോ കണ്ട സന്തോഷം നിറഞ്ഞ കമൻറ്റുകളുമായി എത്തിയത്. ഇങ്ങനൊരു ഫോട്ടോ കാണാനായാൻ കാത്തിരിക്കുകയായിരുന്നു. അച്ഛനും അമ്മയ്ക്കും മക്കളുടെ ജീവിതത്തിൽ തുല്യ റോളാണ്. ആരെയും ഒന്നിൻ്റെ പേരിലും തള്ളിക്കരുത് എന്നിങ്ങനെ ജേസൺ സഞ്ജയ് ഉപദേശിച്ചുകൊണ്ടാണ് ഏറെയും കമൻറ്റുകൾ. അതേസമയം ചിലർ ഫോട്ടോ ഒറിജിനൽ അല്ലെന്നും ആണെന്നും കുറിച്ചെത്തി. വിജയ് തൃഷ ബന്ധം അറിഞ്ഞതിനു ശേഷമാണ് സംഗീത നടനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചത്. സംഗീത പടിയിറങ്ങിയപ്പോൾ ഒപ്പം മക്കളായ ദിവ്യ സാക്ഷിയും ജേസൺ സഞ്ജയും ഇറങ്ങി. അമ്മയ്ക്കൊപ്പം നിൽക്കാനാണ് മക്കൾ ഇരുവരുടെയും തീരുമാനം. വിജയ് മകൻ സോഷ്യൽ മീഡിയ അൺഫോളോ ചെയ്യുകയും ചെയ്തു. മുമ്പ് അച്ഛനുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ചെയ്ത പോസ്റ്റുകളെല്ലാം സഞ്ജയ് നീക്കം ചെയ്തു. അച്ഛനുമായി 3-4 വർഷമായി കോണ്ടാക്ട് ഇല്ലാത്ത മകൻ പെട്ടെന്ന് വന്ന് കണ്ട് ഫോട്ടോ പകർത്തി എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ചിലർ കുറിച്ചു. സഞ്ജയ് സിനിമയിലേക്ക് ചുവടുവയ്ക്കാൻ ഒരുങ്ങുകയാണ്. നടനായില്ല, സംവിധായകനായിട്ടാണ് അരങ്ങേറ്റം. സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പുരോഗമിക്കുന്നതിനാൽ ചെന്നൈയിൽ ഏറെയും സമയം സഞ്ജയ് ഉണ്ടാകാറുണ്ട്. വിജയ് അഭിനയിച്ച വേട്ടക്കാരൻ എന്ന ചിത്രത്തിൽ ഒരു ഗാനരംഗത്തിൽ കുട്ടിക്കാലത്ത് സഞ്ജയ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. പിന്നീട് വിദേശത്ത് പോയി സിനിമയെക്കുറിച്ച് പഠിച്ചു. അതേസമയം വിജയുടെ പിറന്നാൾ ദിനമായ ജൂൺ 22-ന് തൃഷ എന്ത് ബോംബാണ് ഇനി പൊട്ടിക്കാൻ പോകുന്നത് എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് സിനിമാ പ്രേമികൾ.